നോക്കൂ പ്രേംകുമാർ, ആദ്യഘട്ടത്തിൽ ടെസ് ജോസഫിൻ്റെ ആരോപണം വരുമ്പോൾ മുകേഷിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു. തനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ് ആദ്യം മുകേഷ് പറയുന്നത്. 2020 തന്നെ ഈ വാർത്ത വരുന്ന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 2022 എങ്ങനെയാണ് ഈ വിഷയം ചർച്ച ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഒരു CPM MLA ആയതുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണം വരുന്നത്. ടെസ് ജോസഫിന് പ്രത്യക്ഷ രാഷ്ട്രീയം ഒന്നുമില്ല, നമുക്കറിയാം. അവരൊരു പ്രൊഫഷണലാണ്, അവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്. രണ്ടാമത്തെ ആരോപണം വരുന്നു, അവർക്കൊപ്പം തന്നെ ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ അഭിനയിച്ച അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ പ്രവർത്തിച്ച ഒരു സഹനടിയിൽ നിന്ന്, ആ സഹനടി തനിക്ക് പരിചയമുണ്ടെന്നും ആ സഹനടി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്നും പറയുമ്പോഴും ആ പരാതിയൊന്നും നമ്മുടെ മുന്നിൽ എത്തിയിട്ടേ ഇല്ല ഇതുവരെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴാണ് ആ മുകേഷ് അതിനെക്കുറിച്ച് പറയുന്നത്. മൂന്നാമത്തത് മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വെളിപ്പെടുത്തിയ കേട്ടുകേൾവിയാണ്. അതവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള 2 ആരോപണങ്ങളും വളരെ ഗുരുതരമല്ലേ? പ്രത്യേകിച്ചും സ്ത്രീപക്ഷ സർക്കാരെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയായി ഒരു MLA എന്ന നിലയിൽ ഇനി മുകേഷിന് തുടരാൻ ധാർമ്മികമായ അവകാശമുണ്ടോ? ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിലവിൽ ഈ ടോപ്പിക്കിൽ കേരളത്തിലെ UDFും ഇവിടെ UDFിനെ പ്രതിനിധീകരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാലയും മുന്നോട്ട് വെക്കുന്ന ആവശ്യം മുകേഷ് രാജിവെക്കണം, നയരൂപീകരണ സമിതിയിൽ നിന്നും MLA എന്നുള്ള നിലയിലും ഒഴിയണം എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ്. പക്ഷേ അത് UDFോ കോൺഗ്രസോ ഉന്നയിക്കുന്ന ആംഗിളിൽ നിന്നല്ല എന്ന് മാത്രം. അതായത് തൊഴിലാളികൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഒരു ഇടതുപക്ഷ സർക്കാരോ ഇടതുപക്ഷ പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് അതിൽ എന്ത് ചെയ്യുന്നുവെന്നോ ചെയ്തു എന്നോ നോക്കിയിട്ടല്ല. അതിൽ കൃത്യമായ എഴുതി വെക്കപ്പെട്ട ഒരു പാഠമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്. അതേപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഉണ്ടായാൽ ഏത് തരത്തിലുള്ള നിലപാടാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിലും കേരളത്തിലെ CPM അടക്കമുള്ള പാർട്ടികൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ മുകേഷ് എന്നുള്ള CPIMൻ്റെ MLA ആയിട്ടുള്ള ആൾ എന്താ പറയുക, സർക്കാരിൻ്റെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഒരു തരത്തിലും ഇരിക്കാൻ യോഗ്യനല്ല, ഒരു തരത്തിലും. മാത്രമല്ല, ഇതിൻ്റെ ഒരു സ്ട്രെയിഞ്ചായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് രഞ്ജിത്തിനെതിരെയാണ് ആദ്യ ആരോപണം ഉണ്ടാവുന്നത്. അന്ന് പിറ്റേ ദിവസം രാത്രിയാണ് സിദ്ദിഖിനെതിരെ ആരോപണം ഉണ്ടാവുന്നത്. സിദ്ദിഖാണ് ആദ്യം രാജിവെക്കുന്നത്, രഞ്ജിത്താണ് പിന്നെ രാജിവെക്കുന്നത്. AMMA എന്ന് പറഞ്ഞ സംഘടനയിലെ 3-4 പേർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുന്നു. AMMAയുടെ എക്സിക്യൂട്ടീവ് ബോഡി തന്നെ പിരിച്ചുവിടുന്നു. അതിൻ്റെ വൾഗാരിറ്റി പോട്ടെ, അതിൻ്റെ കോമഡിയും അതിൻ്റെ അർത്ഥശൂന്യതയും പോകട്ടെ, പക്ഷേ അവരതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. ചലച്ചിത്ര നയരൂപീകരണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള ഷാജി കരുണിനെതിരെയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മൾ കരുതുന്ന മെമ്പറായിട്ടുള്ള മുകേഷിനെതിരെയും മുകേഷിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ സമിതിയുടെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് നടത്തേണ്ടതും എങ്ങനെ ഈ പ്രിഡേറ്റേഴ്സിനെ, എങ്ങനെ ഈ ക്രിമിനൽ എന്താ പറയുക, ഈ ക്രിമിനൽ പെർവേർട്സിനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അദ്ദേഹം ഇപ്പോഴും ആ സമിതിയിൽ തന്നെ തുടരുകയാണ്. സാങ്കേതികമായിട്ട് വൈകുന്ന ഓരോ നിമിഷവും കേരളത്തിലെ ഇടതുപക്ഷത്തിനൊപ്പം ചേരുന്നവർക്ക് ഈ പാർട്ടിയിലും സർക്കാരിലുമുള്ള പ്രതീക്ഷയും അതിനോടുള്ള സ്നേഹവും ആദരവും കുറയുകയാണ് ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ആവശ്യം ഉന്നയിക്കാൻ കോൺഗ്രസിന് മോറൽ റൈറ്റ് ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതല്ല ഇപ്പോൾ ഉന്നയിക്കേണ്ടത്. അത് പറഞ്ഞ് മുകേഷിനെ രക്ഷിക്കാൻ ഉയർത്തുന്ന ഓരോ വാദവും ഇടതുപക്ഷത്തിൻ്റെ തലയിൽ തന്നെയാണ് വന്നു വീഴുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനേക്കാൾ രസമായിട്ട് തോന്നുന്നു ഇന്ന് വന്നിട്ടുള്ള മുകേഷിൻ്റെ ആ ഡിഫൻസ് സാധനമാണ്. അദ്ദേഹം പറയുന്നത് 2009 മുതൽ ഈ സ്ത്രീയെ പരിചയമുണ്ട്, 2022 പിന്നെയും ബന്ധപ്പെട്ടു, അതിനുശേഷം ആ സ്ത്രീയും ഒരു സമുദായത്തിൽപ്പെട്ട കുറച്ച് ആളുകളും പിന്നെ അവരുടെ ഹസ്ബൻഡും ചേർന്ന് ഇദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ്. വളരെ ക്രൂഷ്യലായ ഒരു ചോദ്യം അവിടെ വരുന്നു. എന്തുകൊണ്ട് കേരളത്തിലെ CPMൻ്റെ 2ാമത്തെ ടേമിൽ MLA ആയിരിക്കുന്ന മുകേഷ് പോലീസിൽ പരാതിപ്പെട്ടില്ല? 2 ഉത്തരങ്ങളേ ഉള്ളൂ. ഒന്ന്, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കേരളത്തിലെ പോലീസിൽ മുകേഷിന് വിശ്വാസമില്ല. 2, ഈ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാൻ മുകേഷിന് ഭയമുണ്ട്. ഇത് 2ആയിരുന്നാലും ഈ വിശദീകരണത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത് പിന്നെയും ഇടതുപക്ഷ മുന്നണിയെയും സർക്കാരിനെയും പാർട്ടിയെയും കുഴിയിലാക്കുക എന്നുള്ളതാണ്. എനിക്കൊരു പ്രതീക്ഷയുള്ള കാര്യം, ഈ നിമിഷം വരെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ മുകേഷിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടോ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നോ മുകേഷ് ചെയ്തതിൽ കുഴപ്പമില്ല എന്നോ
CPM-ൻ്റെയോ സർക്കാരിൻ്റെയോ പ്രതിനിധികളായിട്ടുള്ള ആരും പറഞ്ഞിട്ടില്ല. കൊല്ലം ജില്ലയിൽ നിന്നുള്ള സീനിയർ നേതാവായിട്ടുള്ള മന്ത്രി KN ബാലഗോപാൽ ഇന്ന് പത്രങ്ങളോട് സംസാരിക്കുന്നത് കണ്ടു. പാർട്ടിയെ പിന്നെയും പ്രതിരോധത്തിലാക്കുകയല്ലേ എന്നുള്ള ചോദ്യത്തിന് KNBയുടെ പ്രതികരണം അങ്ങനെ പാർട്ടി പ്രതിരോധത്തിലാവില്ല എന്നാണ്. അതുകൊണ്ട് രഞ്ജിത്തിന്റെ കേസിൽ ഉണ്ടായതുപോലെ തന്നെയുള്ള അല്ലെങ്കിൽ ഈ WCC അടക്കമുള്ള വനിതാ സംഘടനകളുടെ ആവശ്യവും കൂടെ പൊതുസമൂഹത്തിന്റെ ആവശ്യം കൂടെ മീഡിയയുടെ ഡിമാൻഡും കൂടെ അനുസരിച്ചുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്ത സർക്കാർ ഞാനിതിനെ കണക്കാക്കുന്നു. പ്രേംകുമാർ, താങ്കൾ ചോദിച്ച രണ്ട് ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റും എന്ത് ചെയ്തു എന്ന കാര്യത്തെ നോക്കിയല്ല ഈ വിഷയത്തിൽ മുകേഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മുകേഷ് എൽദോസ് കുന്നപ്പള്ളിയെയും വിൻസെന്റിനെയും നോക്കി ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എന്നുള്ള വാദം വളരെ പ്രധാനപ്പെട്ടതാണ്. Debate with Arun Kumar.